ഹരിദാസിനെ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും പ്രിയയും ശ്യാമിനെയും 2 ചെയറിലായി മുഖം തിരിച്ചു കെട്ടിയിട്ടു. പ്രിയയുടെ കയ്യിലെ പെൻഡ്രൈവും തെളിവുകളും അടങ്ങുന്ന രേഖകളും പിടിച്ചു വാങ്ങി ദിവാകരൻ്റെ കയ്യിൽ കൊടുത്ത തോമസ് ശ്യാമിന് നേരെ തിരിഞ്ഞു. നിനക്ക് ആഭ്യന്തരം വേണമല്ലടാ, തരാടാ. ഈ തെളിവുകളൊക്കെയും ഞങ്ങളുടെ കയ്യിലെത്തിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. ആഭ്യന്തരം അതെനിക്കുള്ളതാടാ. അത് വച്ച് ഞാൻ ഇനിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കോടികൾ കൊയ്യൂടാ. പിന്നെ നിനക്കുള്ള പണി അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. നീ ഇനി ജയിച്ചിട്ടും കാര്യമില്ല. ജനങ്ങൾ നിന്നെ കാണുമ്പോൾ കല്ലെടുത്തെറിയും. അതിനു വേണ്ട പണി ഞങ്ങൾ ഒപ്പിച്ചു വെക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവന്മാർ നിങ്ങളെ 2 പേരെയും അങ്ങ് മയക്കി കിടത്തും, അതും ഒരു മുറിയിൽ. നാളെ രാവിലെ MLA ശ്യാം രാഘവൻ്റെ അവിഹിതം കയ്യോടെ പൊക്കാൻ പത്രക്കാരിങ്ങോട്ട് വരും. ആ രീതിയിലായിരിക്കും നിങ്ങൾ അവർ കാണുക. പിന്നെ നാട് മൊത്തം ഈ വാർത്ത പരക്കും. ഇത് കേട്ടതും പ്രിയയും ശ്യാമും ഒരുപോലെ നടുങ്ങി. ഡോ, തനിക്ക് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഈ മരുന്ന് 2നും ഇഞ്ചക്ട് ചെയ്യണം. പ്രിയയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് അയാൾ ഇതൊക്കെയും പറയുന്നത്. ദിവാകരൻ ഒരു ഗുണ്ടയുടെ കയ്യിൽ ഒരു കവറും ഏൽപ്പിച്ച ശേഷം ഇരുവരെയും പുച്ഛത്തോടെ ഒന്ന് നോക്കി മുറിവിട്ടിറങ്ങി. പിന്നാലെ തോമസ് ചാക്കോയും അതിന് പിന്നാലെ ഗുണ്ടകളും. മുറി അവർ പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. എല്ലാവരും പോയതും ശ്യാമും പ്രിയയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിലായിരുന്നു. പെട്ടെന്നാണ് നിലത്ത് വീണ് കിടക്കുന്ന പേനാക്കത്തി പ്രിയ കാണുന്നത്. അവൾ തൻ്റെ കാലുകൊണ്ട് അത് ഇറക്കി പിടിച്ചു. കാല് പൊക്കി തലയൽപ്പം താഴ്ത്തി കത്തി പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു. കസേരയുടെ കയ്യിലായി ബന്ധിപ്പിച്ചിട്ടുള്ള തൻ്റെ വലത് കൈയിലേക്കിട്ട് അവൾ മുറിക്കാൻ ശ്രമിച്ചു. കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ ഒരു കൈയിലെ കെട്ട് മുറിച്ചു മാറ്റി. ശേഷം ആ കൈയിൽ കത്തി പിടിച്ചു മറ്റേ കൈയിലെ കെട്ട് മുറിച്ചു മാറ്റി. പിന്നീട് ശ്യാമിൻ്റെ കയ്യിലെ കെട്ട് മുറിച്ചു കളഞ്ഞു. പ്രിയയുടെ പ്രവർത്തികളൊക്കെയും കണ്ട് ശ്യാം വായും പൊളിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. ശേഷം പ്രിയ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റീൽ ഗ്ലാസ് കയ്യിൽ പിടിച്ചു. അത് തറയിലേക്ക് എറിഞ്ഞു ഒച്ചയുണ്ടാക്കി. ശേഷം ഇരുവരും ഒന്നും അറിയാത്ത പോലെ കസേരയിലിരുന്നതും ശബ്ദം കേട്ട് ഒരുത്തൻ ഡോറും തുറന്നു വന്നു. മുറി മുഴുവൻ കണ്ണോടിച്ചു. ആ നേരത്താണ് പ്രിയ തൻ്റെ കാല് നീട്ടി അയാളെ വീഴ്ത്തുന്നത്. ആ നിമിഷം ശ്യാം എഴുന്നേറ്റ് അയാളെ അടിച്ചു വീഴ്ത്തി. മുറി വിട്ടിറങ്ങുന്നതിന് മുൻപ് പ്രിയ താഴെ കിടക്കുന്ന ഗൺ കൈക്കലാക്കിയിരുന്നു. ആരുടെയോ കാലൊച്ച കേട്ടതും ഇരുവരും ഡോറിൻ്റെ സൈഡിൽ മറഞ്ഞു നിന്നു. അയാൾ അകത്ത് കയറിയ തക്കം നോക്കി പ്രിയ അയാളെ ചവിട്ടി വീഴ്ത്തി അയാളുടെ കാല് നോക്കി ഷൂട്ട് ചെയ്തു. അയാളുടെ കയ്യിലെ ഗണ്ണെടുത്ത് ശ്യാമിന് നേരെ എറിഞ്ഞു കൊടുത്തു. നേരത്തെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അയാളാണ് അതെന്നും അയാളുടെ കയ്യിൽ തൻ്റെ കാറിൻ്റെ കീ ഉണ്ടെന്നും മനസ്സിലാക്കിയ പ്രിയ അയാളുടെ പോക്കറ്റിൽ നിന്നും കീ എടുത്ത് അവൻ്റെ കൈ നോക്കി ഒന്നുകൂടി ഷൂട്ട് ചെയ്തതും ശ്യാം പിന്നെയും കിളി പോയി നിൽക്കുവാണ്. ശബ്ദം കേട്ട് ഗുണ്ടകൾ ഓരോന്നായി അങ്ങോട്ട് എത്തിയതും അവരെയൊക്കെ അതിവിദഗ്ധമായി നേരിട്ട് ഇരുവരും കെട്ടിടത്തിന് വെളിയിലെത്തി. പ്രിയ ഡിക്കി തുറന്ന് ലാപ്ടോപ്പ് കയ്യിലെടുത്ത് ശ്യാമിൻ്റെ കയ്യിൽ കാറിൻ്റെ കീ കൊടുത്തതും ശ്യാം ഡ്രൈവിംഗ് സീറ്റിൽ കയറി. പ്രിയ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറാൻ നേരം ഒരു ഗുണ്ട പിന്നിലൂടെ വന്ന് അവളെ പിടിച്ചു വെച്ചതും ശ്യാം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയെങ്കിലും പ്രിയ അവനെ തടഞ്ഞു. പിന്നെ പ്രിയ ഒന്നും നോക്കിയില്ല, അങ്ങ് ഷൂട്ട് ചെയ്തതും അവൻ മലർന്നടിച്ച് വീഴുന്നത് ശ്യാം കണ്ടിരുന്നു. പ്രിയ ഡോർ തുറന്നു വണ്ടിയിൽ കയറി. ശ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. തങ്ങളെ പിന്തുടർന്ന് പിന്നാലെ വരുന്ന ഗുണ്ടകളെ നോക്കി പ്രിയ തുരുതുരാ നിറയൊഴിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രിയ, എന്തായത്, മതി നിർത്ത്. എത്ര എണ്ണം ചത്തോ എന്തോ. അതുമല്ല, ആ DGP തണ്ടിയുടെ അവസ്ഥ എന്തായിട്ടുണ്ടാവും. നീ ആരാടി, ലേഡി ഡോണോ? ഫൂലൻ ദേവിയുടെ പിന്മുറക്കാരിയാണെന്ന് അറിഞ്ഞില്ല. പാവാദി, അവൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? സത്യം പറ, നീ ഏത് ഗുണ്ടാസംഘത്തിലാണ് പ്രവർത്തിക്കുന്നത്? കാജൽ കത്രിയുടെ ഗാങ്ങില്ല. എന്താ വല്ല കുഴപ്പമുണ്ടോ? എൻ്റെ ശ്യാമേട്ട, കോമഡി പറയാനുള്ള സമയമല്ല ഇത്. ദേ, അവർ നമ്മുടെ പിന്നാലെയുണ്ട്. മിക്കവാറും ഇപ്പം തന്നെ ആ ദിവാകരനും തോമസ് ചാക്കും ഇക്കാര്യം അറിയും. അവരും കൂടി ഇങ്ങോട്ട് എത്തുന്നതിന് മുൻപേ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വീഡിയോസ് ഒക്കെയും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം. പ്രിയ ലാപ്ടോപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിലാദ്യം എല്ലാം കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ ഇപ്പം ഇവിടെ നടന്നത് മുഴുവൻ ഈ ക്യാമറയിൽ റെക്കോർഡായിട്ടുണ്ട്. ഞാനിത് മുഴുവനും പുറത്തുവിടാൻ പോവുകയാണ്. പ്രിയ പറയുന്നത് മുഴുവൻ ശ്യാം കേട്ട് നിന്നു. എനിക്കൊരു ഫേക്ക് ഐഡിയ ഉണ്ട്. ലണ്ടനിലായിരിക്കുമ്പോൾ ആദ്യയുടെ ഇൻസ്റ്റാ പോസ്റ്റിന് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാ. അതിൽ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉണ്ട്. സോ വീഡിയോ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കോളും. ശ്യാം ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, തൽക്കാലത്തേക്ക് അവരൊന്ന് വഴിതെറ്റിച്ച് വിട്ടേക്ക്. നമുക്ക് വീട്ടിലെത്തുക എന്നതിനേക്കാൾ മുഖ്യം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നതാണ്. പ്രിയ പറഞ്ഞത് കേട്ടതും ശ്യാം വണ്ടി മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു വിട്ടു.
പ്രിയ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടി ഡോങ്കിൾ കണക്ട് ചെയ്തു. ഹിഡൻ ക്യാമറ ലാപ്ടോപ്പുമായി കണക്ട് ചെയ്ത് അതിലെ വോയിസ് അടക്കമുള്ള വീഡിയോ ഒന്ന് കണ്ണോടിച്ചു. അവിടെ നടന്നത് മുഴുവൻ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ഹരിദാസിനെ പ്രിയ കുത്തുന്നതടക്കം ആവശ്യമില്ലാത്തതൊക്കെയും അതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റി പെട്ടെന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തു. തങ്ങളുടെ പിന്നാലെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശ്യാം വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി. ഇതേ സമയം പ്രിയ ആദിയുടെ ഫോണിലേക്ക് ഗൂഗിൾ മീറ്റിലൂടെ വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു. ആദി പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. ശ്യാമും താനും സേഫാണെന്നും തങ്ങളെ നേരെ ഹോസ്പിറ്റലിലേക്ക് വിടുകയാണെന്നും നിങ്ങൾ അങ്ങോട്ട് എത്തിയാൽ മതിയെന്നും പറഞ്ഞ പ്രിയ കോൾ അവസാനിപ്പിച്ചു. അവിടെ നിന്ന് ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് നീങ്ങി. 1 മണിക്കൂറിന് ശേഷം ആദിയും ഗോകുലും ഹോസ്പിറ്റലിൽ തിരിച്ചെത്തി. ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് ഏരിയയിലെ ടിവിക്ക് ചുറ്റും ആൾക്കാർ കൂടിയിരിക്കുന്നത് കണ്ടതും ആദിയും ഗോകുലും അങ്ങോട്ടേക്ക് നോട്ടം പായിച്ചു. പ്രമുഖ ന്യൂസ് ചാനലിലെ ചർച്ചയും അതിൻ്റെ സൈഡ് സ്ക്രീനിൽ പ്ലേ ചെയ്തിട്ടുള്ള വീഡിയോയും കണ്ടതും ഗോകുലും ആദിയും വായും പൊളിച്ചു നിൽക്കുകയാണ്. ശ്യാമിനും പ്രിയയ്ക്കും എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചാണ് ന്യൂസ് ചാനലിൽ ചർച്ച മുഴുവനും. പ്രിയയുടെ ധൈര്യത്തെക്കുറിച്ച് വാനോളം പുകഴ്ത്തുകയാണ് മാധ്യമപ്രവർത്തകർ. എടാ, ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ ആരാ വീഡിയോ എടുത്തത്? ഇവൾക്ക് ക്യാമറ എവിടെ നിന്ന് കിട്ടി? ആദിക്ക് 100,000 സംശയങ്ങളുണ്ടായിരുന്നു. ക്യാമറ ഞാൻ കൊടുത്തതാ, ഗോകുൽ പറഞ്ഞു. എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്നോട് പറയണമെന്ന് തോന്നിയില്ല. ഓഹോ, ഇതല്ലാതെ സാറ് വേറെ വല്ലതും കൊടുത്തു ആവോ? കൊടുത്തു. ഒരു പേനാക്കത്തിയും ഒരു 5-6 മോട്ടിവേഷണൽ വേർഡ്സും, പിന്നെ ആരെങ്കിലും തട്ടേണ്ടി വന്നാൽ തട്ടിക്കോളാനും ഞാൻ ജയിലിൽ പോയിക്കോളാന്നും പറഞ്ഞു. എടാ ദുഷ്ടാ, എങ്കിൽ അവൾ ഉറപ്പായും തട്ടിയിട്ടുണ്ടാവും. ജനിക്കുന്നതിന് മുൻപേ എൻ്റെ കുഞ്ഞിന് സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വരുമല്ലോ എൻ്റെ ഈശ്വര. ആദ്യം ആരോടൊന്നില്ലാതെ പറഞ്ഞു. ശേഷം ഇരുവരും ലേബർ റൂമിന് അരികിലേക്ക് നടന്നു. കുറച്ച് കഴിഞ്ഞതും ഓടിക്കിതച്ച് വരുന്ന പ്രിയയും ശ്യാമിനെയും കണ്ട് എല്ലാവരുടെയും മുഖം വിടർന്നു. ആദ്യം ഗോകുലും ഷെബിയും ശ്യാമിനെ ഇറുകെ പുണർന്നു. ശ്യാം തൻ്റെ അമ്മയെയും അനിയത്തിയെയും ചേർത്ത് പിടിച്ചതും ആ അമ്മ തൻ്റെ മകനെ വാരി പുണർന്ന് ചുംബിച്ചു. എടാ പൂജ, എൻ്റെ കുഞ്ഞ്, ശ്യാം ആരോടൊന്നില്ലാതെ ചോദിച്ചു. പേടിക്കണ്ട, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ഷെബി പറഞ്ഞത് കേട്ടതും ശ്യാം ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. പൂജ പ്രസവിച്ചു, പെൺകുഞ്ഞാണ്. അത് കേട്ടതും ശ്യാമിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം പ്രിയയുടെയും. ആദ്യ ശ്യാമിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അപ്പോൾ എന്നെ കെട്ടിപ്പിടിക്കാൻ ആരുമില്ല അല്ലേ? ഞാനിപ്പോൾ വെറും പേപ്പർ. പ്രിയയുടെ പരിഭവം കലർന്ന വാക്കുകൾ കേട്ട് ആദ്യം അവൾക്ക് നേരെ തിരിഞ്ഞു. ആദ്യം അവളെ ഒന്ന് നോക്കി. ശേഷം അവളെ വാരി പുണർന്നു നെറുകയിൽ ചുംബിച്ചു. എൻ്റെ പൂമ്പാറ്റ കുഞ്ഞ് ഓക്കെ ആണല്ലോ അല്ലേ? അവൻ അവളുടെ കാതോരം പതിയെ ചോദിച്ചു. അവൾ അതേന്ന പോലെ ഒന്ന് മൂളി. ആള് പപ്പയോട് പിണങ്ങി കാണുമോ മമ്മ ഒറ്റയ്ക്ക് വിട്ടതിന്? വീട്ടിൽ പോയിട്ട് നേരിട്ട് ചോദിച്ചാൽ മതി. അതും പറഞ്ഞ് പ്രിയ അവനിൽ നിന്ന് അടർന്നു മാറി. അല്ല, ഇവൾ ആരെയും കൊന്നില്ലല്ലോ അല്ലേ? ആദ്യം ശ്യാമിനോട് ചോദിച്ചു. കൊന്നില്ലെന്നോ? എത്ര പേര് ചത്തു, എത്ര പേര് ജീവനോടെ ഉണ്ടെന്നോ ഒരു പിടുത്തവുമില്ല. അവന്മാരുടെ ഗൺ പിടിച്ചു വാങ്ങി മുന്നും പിന്നും നോക്കാതെ ഷൂട്ട് ചെയ്തു. പിന്നെ ഇവൻ്റെ ഒരു ഉണക്ക പേന കത്തിക്കൊണ്ട് ആ DGPയുടെ പള്ള കുത്തി കീറി. ചത്തോ എന്തോ ദൈവത്തിനറിയാം. ശ്യാം നടന്നത് മുഴുവനും ഇരുവരോടും പറഞ്ഞു. എല്ലാം കേട്ട ആദ്യം വല്ലാത്ത ഭാവത്തിൽ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ശരിക്കും നീ വല്ല ലേഡി ഗുണ്ട ആണോ എന്നൊരു സംശയം എനിക്കും ഇല്ലാതില്ല. അല്ലല്ലല്ലോ. ആദിയുടെ ചോദ്യം കേട്ട് അവൾ നന്നായിട്ടൊന്ന് ഇളിച്ച് കാണിച്ചു. അവൻ്റെ കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് ആണെങ്കിൽ എന്നും പറഞ്ഞ് അവനെ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് മിന്നുവിനരികിലേക്ക് നടന്നു. ആദി കവളും പിടിച്ച് അവൾ പോയ വഴിയെ നോക്കി നിന്നു. ലേബർ റൂമിൻ്റെ ഡോറും തുറന്നു വന്ന നേഴ്സ് ശ്യാമിൻ്റെ കുഞ്ഞു മാലാകയെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും അവൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. ഒപ്പം കൂടി നിന്നവരുടെയും. ശ്യാം തൻ്റെ കുഞ്ഞിൻ്റെ നെറുകയിൽ ഒരച്ഛൻ്റെ സ്നേഹചുംബനം ചാർത്തുമ്പോൾ ആദി പ്രിയ ഒന്ന് നോക്കി. ആ നിമിഷം അവൾ പുരികം പൊക്കിയതും അവനൊന്നുമില്ലെന്ന പോലെ ചുമൽ കൂച്ചിയെങ്കിലും അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അർത്ഥം അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇതുപോലൊരു നിമിഷത്തിനായി താൻ കാത്തിരിക്കുന്നതെന്ന് അവൻ പറയാതെ പറഞ്ഞതാണ്. ഇതേ സമയം ഇതൊക്കെ കണ്ടു നിന്ന ഷെബി മിന്നുവിനെ കലിപ്പിച്ചു നോക്കി. നിലാവത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ ഒരൊറ്റ പോക്കായിരുന്നു. അതിനർത്ഥം മനസ്സിലാക്കിയ മിന്നു അവൻ്റെ പിന്നാലെ ചെന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ പേഷ്യൻസിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സിറ്റിംഗ് ഏരിയയിലെ ഒരു ചെയറിൽ ഇരിക്കുകയായിരുന്നു ഷെബി. മിന്നു അവൻ്റെ അരികിൽ ചെന്നിരുന്നതും അവൻ മുഖം വെട്ടിച്ചു. എന്താ ഇപ്പം നിങ്ങളുടെ പ്രശ്നം? മിന്നു ചോദിച്ചു. കുന്തം. കുഞ്ഞു വാവയെ കണ്ടപ്പോൾ ഇങ്ങക്കും ബൂതി അല്ലേ? ആണെങ്കിൽ എത്ര എണ്ണം വേണം? ഒന്ന് മതിയോ? അതോ നീ എന്താ കളിയാക്കിയാണോ? അല്ല മാഷെ, കാര്യമായിട്ട് പറഞ്ഞതാ. ഒറ്റയടിക്ക് പെറ്റുകൂട്ടാൻ നീ എന്താ പൂച്ചയാ? ഷെബി ചോദിച്ചു. ഒറ്റയടിക്ക് പെറ്റിക്കൂട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ. ഒരു ധാരണ കിട്ടിയാൽ
അതിനനുസരിച്ച് നീങ്ങാലോ എന്ന് കരുതി ചോദിച്ചെന്നേ ഉള്ളൂ. തൽക്കാലം എനിക്കൊന്നും മതി. ആദ്യം നീ ആ പച്ചക്കൊടി ഒന്ന് വീശി, അല്ലാതെ കെട്ടിപ്പിടിച്ചാലോ ഉമ്മ വെച്ചാലോ ഒന്നും കൊച്ചുണ്ടാവില്ല, ഷെബി പറഞ്ഞു. ഉണ്ടാവില്ലേ? അങ്ങനെയാണല്ലോ ഞാൻ ചെറുപ്പം മുതലേ കേട്ട് വളർന്നത്. പിന്നെ എങ്ങനെയാ ഉണ്ടാവുക? മിന്ന അവന് നേരെ പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. എങ്ങനെയാണെന്ന് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ഒരു 2 ദിവസം കാത്തിരുന്നോടെ എൻ്റെ ഷെബിക്ക. നിങ്ങളുടെ പടം ഇറങ്ങാൻ അന്ന് ഇരട്ടി മധുരം ആയാലോ. നമുക്ക് ഒരുമിച്ച് പോയി പടം കണ്ടേ ഒരുമിച്ച് ഫുഡൊക്കെയും കഴിച്ച് പകൽ മുഴുവൻ അടിച്ചു പൊളിക്കണം. എന്നിട്ട് അന്ന് രാത്രി നിങ്ങൾക്ക് ഞാൻ പച്ചക്കൊടി വീശിയേക്കാം, പോരെ? ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് ആണ്. അന്ന് നീ പച്ചക്കൊടി വീശിയാലും വീശിയില്ലേലും വെള്ളക്കൊടി വീശാനിനി ഞാനില്ല. നിന്നെ ഞാനങ്ങ് എടുത്തോളാം. അതും പറഞ്ഞ് അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. പൂജയെ റൂമിലേക്ക് മാറ്റിയതും ശ്യാമിനെ കണ്ട പൂജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ്റെ തോളിലെ ബാൻഡേജിലൂടെ അവൾ വിരലോടിച്ചു. ഒരുപാട് വേദനിച്ചോ? അവളുടെ കാതോരം അവൻ ആർദ്രമായി ചോദിച്ചു. നിങ്ങളെ കാണാതായപ്പോൾ ഞാൻ അനുഭവിച്ച വേദന അത്രത്തോളം വേദനയൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ചെറുതായി വേദനിച്ചു. പക്ഷെ നമ്മുടെ കുഞ്ഞിനെയും നിങ്ങളെയും ഒരുമിച്ച് കണ്ടപ്പോൾ ആ വേദനയ്ക്ക് ഒരു വേദനയായി എനിക്ക് തോന്നുകയില്ല. പൂജ പറഞ്ഞതും അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ അമർന്നു. DGP ഹരിദാസ് സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുകയാണ്. പൂജയെ എല്ലാവരും കാര്യങ്ങളൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കി. തൻ്റെ അച്ഛൻ്റെ പെർഫോമൻസ് വീഡിയോയിലൂടെ കണ്ടതും അവൾക്ക് അച്ഛനോട് ദേഷ്യം തോന്നിപ്പോയി. ഒപ്പം തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ അച്ഛൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടതും താനത് ചെയ്തില്ലേ കുഞ്ഞിനെ കൊല്ലാൻ അയാൾ വേറെന്തെങ്കിലും വഴി സ്വീകരിച്ചാലോ എന്ന് ഭയന്ന് അയാളോട് സമ്മതം മൂളി കുഞ്ഞിനെ രക്ഷിക്കുകയായിരുന്നെന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ പൂജയ്ക്ക് തൻ്റെ അച്ഛനോട് വെറുപ്പ് തോന്നിപ്പോയി. പിറ്റേ ദിവസം ശ്യാമും പ്രിയയും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നും എന്തിനു വേണ്ടിയാണ് ദിവാകരനും ചാക്കോയും ഇത് ചെയ്തതെന്നും കൂടി ശ്യാം വെളിപ്പെടുത്തി. തൻ്റെ അച്ഛന് സംഭവിച്ചത് മീഡിയയ്ക്ക് മുന്നിൽ ശ്യാം തുറന്നു പറഞ്ഞു. മന്ത്രിമാരായ ദിവാകരൻ്റെയും ചാക്കോയുടെയും DGP ഹരിദാസിൻ്റെയും തനിനിറം പുറത്തു വന്നതും മൂവരുടെയും മുഴുവൻ സ്വത്തുക്കളും സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ തീരുമാനിച്ചു. അതോടൊപ്പം അഴിമതിയും കൊള്ളയും കൊലയും നടത്തിയതിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. ദിവാകരനും ചാക്കോയും പാർട്ടിക്ക് അപമാനം വരുത്തിവെച്ചെങ്കിലും ശ്യാം അടക്കമുള്ള ഡേഷ് പാർട്ടി നേതാക്കൾ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ ശ്യാമിന് ഓഫർ ചെയ്ത ആഭ്യന്തരം അവൻ പിടിച്ചു വാങ്ങുകയും ചെയ്തിരുന്നു. ഇന്നാണ് ഷെബിയുടെ മൂവി റിലീസാവുന്നത്. പ്രേക്ഷകരുടെ കൂടെ ഒരുമിച്ച് മൂവി കാണാൻ വേണ്ടി ആദ്യ ഷോയ്ക്ക് തന്നെ എത്തിയിരിക്കുകയാണ് എല്ലാവരും. ശ്യാമും പൂജയൊഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ശ്യാം തൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നതിൻ്റെ ഭാഗമായി തലസ്ഥാനത്താണുള്ളത്. ഷെബി ആണെങ്കിൽ പ്രേക്ഷക പ്രതികരണം എന്തായിരിക്കും എന്ന ടെൻഷനിലാണ്. തണുപ്പൻ പ്രതികരണമായ താൻ വീണ്ടും തോറ്റുപോകും. അതോടൊപ്പം തന്നെ വിശ്വസിച്ച് തനിക്ക് വേണ്ടി ജീവിക്കുന്ന ഇവളും. ഷെബി മിന്നുവിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. അവൻ്റെ അയിരിപ്പ് കണ്ട് മിന്നുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. എൻ്റെ മനുഷ്യ, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് നിന്നാൽ മൂവി തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ മയ്യത്താവുമല്ലോ, ഷെബിയുടെ ഇരുത്തം കണ്ട് മിന്നു പറഞ്ഞു. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. മൂവി ആരംഭിച്ചു. കാണികളിൽ നിന്നുയരുന്ന കയ്യടികൾ ഷെബിയുടെ ഹൃദയത്തിൽ തണുപ്പ് പടർന്നു. പടം കഴിഞ്ഞ് പുറത്തിറങ്ങിയതും പ്രേക്ഷകരുടെ അഭിപ്രായം അറിഞ്ഞു ഷെബിയുടെ മനസ്സും കണ്ണു നിറഞ്ഞു. അതിൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ട്സും ദേവൊക്കെയും അവൻ്റെ എഫേർട്ടിനെയും ഹാർഡ് വർക്കിനെയും കുറിച്ച് പ്രശംസിച്ചു. അതേ തിയേറ്ററിൽ നിന്നും മൂവി കണ്ടിറങ്ങിയ മൂവിയിലെ ഹീറോയും ഹീറോയിനും അവനെ വന്ന് ഹഗ് ചെയ്തതും മിന്നു അവനെ തുറച്ചു നോക്കി അവിടുന്ന് ഒറ്റ പോക്കായിരുന്നു. ഈ പൂതനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എൻ്റെ ഫസ്റ്റ് നൈറ്റ് കൊളാക്കാനാണോ എൻ്റെ പഠിച്ചോനെ, ഷെബി പിറുപിറുത്തു. പടം കണ്ടിറങ്ങിയ മനു നയനയ്ക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്തപ്പോൾ അവളുടെ മുഖം വിടർന്നു. ആ യാത്രക്കിടയിൽ ഒരുമിച്ചുള്ള ജീവിതയാത്രയ്ക്ക് മനു സമ്മതം മൂളുകയായിരുന്നു. എൻ്റെ പാട്ടെങ്ങനെയുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഇത്തവണ പാട്ട് എൻ്റെ അച്ഛൻ കൊണ്ടുപോയി. വല്ലാത്തൊരു ഫീലായിരുന്നു. അച്ഛൻ്റെ പാട്ട് ഇന്നാണ് ഞാൻ ആസ്വദിച്ച് കേട്ടത്. ഡ്രൈവിങ്ങിനിടയിൽ ആദ്യയുടെ ചോദ്യം കേട്ട് പുറത്തേക്ക് മിഴികൾ നട്ടിരുന്ന പ്രിയ വിടർന്ന മുഖത്തോടെ പറഞ്ഞു. അപ്പോൾ മറ്റേ പാട്ടിൽ എൻ്റെ പെർഫോമൻസോ? ഓ അതോ, അത് നല്ല ഒന്നാം തരം കിഡ്നി ടച്ചിങ് പെർഫോമൻസ് ആയിരുന്നില്ലേ? ഒന്ന് പോവാതി, നീ പാടിയാൽ മതി, അഭിനയിക്കാൻ നിൽക്കേണ്ട കേട്ടോ. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇല്ലെങ്കിൽ എനിക്ക് കുശുമ്പ് കുറച്ച് കൂടുതലാണെന്ന് നിനക്കറിയാലോ. പ്രിയയുടെ പറച്ചിൽ കേട്ട് ആദ്യം ഉറക്കെ ചിരിച്ചു. ശരിക്കും ഈ മൂവിയിൽ സ്കോർ ചെയ്തത് ഷെബിക്ക തന്നെയാണ്. ഷെബിക്കയുടെ സ്റ്റോറിയും ആ മേക്കിംഗ് സ്റ്റൈലും ആ വെറൈറ്റി ക്ലൈമാക്സുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ക്ലൈമാക്സിൻ്റെ സമയത്തെ എൻ്റെ രോമം വരെ എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചില്ലേ,
സത്യം പറഞ്ഞാൽ ഈ ക്ലൈമാക്സ് സീൻ മലയാളികൾ എന്നും ഓർത്തു നിൽക്കും. അവസാനം ഹീറോയും ഹീറോയിനും ഒരുമിക്കുക എന്ന ആ പതിവ് ശൈലി മാറ്റിപ്പിടിച്ചതേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ എന്തിനോ വേണ്ടി തിളച്ച എൻ്റെ സാമ്പാറിലെ 4 പേരും ഇന്ന് ഒരു നിലയിലെത്തി നിന്നല്ലോ. താങ്ക് ഗോഡ്. എന്നിട്ടും എനിക്ക് ഒരു നില ഇല്ലാതായിപ്പോയല്ലോ എൻ്റെ ഈശ്വര. പ്രിയ അതും പറഞ്ഞ് ആഞ്ഞൊരു ശ്വാസം വലിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, നീ എന്തിനോ വേണ്ടി പിടക്കുന്ന നെത്തോലിയാണെന്ന്. ഓഹോ, അങ്ങനെയാണല്ലേ. എനിക്ക് അച്ഛൻ്റെയും നിൻ്റെയും പേരിൽ അറിയപ്പെട്ടാൽ പോരാ, ഞാൻ സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കും. നോക്കിക്കോ, നിൻ്റെ ഈ കുഞ്ഞിപ്പൂമ്പാറ്റയെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടേ ഞാനങ്ങ് പഠിക്കാൻ പോകും, കേട്ടല്ലോ. ആ സമയത്ത് മോനെ കുഞ്ഞിപ്പൂമ്പാറ്റയ്ക്ക് പാട്ടും പാടിക്കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി. ഞാൻ റെഡിയാ. ആദ്യം പറഞ്ഞത് കേട്ടതും പ്രിയ അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം ആദ്യം ഞാൻ ഇറങ്ങുവാണേ. ഇന്നൊരു സർജറി അടക്കം ഒരുപാട് ഡെലിവറി കേസ് ഉള്ളതാ. എനിക്ക് പോവാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോകുന്നല്ല. നിങ്ങൾക്ക് അവിടെ പോയി അടിച്ചു പൊളിക്കുമല്ലോ എന്നോർത്ത് എനിക്ക് അസൂയ വരുക. എന്തായാലും ഉച്ചയ്ക്ക് ഇൻ്റർവ്യൂ ടൈം ആകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്തും. പിന്നെ ആദ്യം നിൻ്റെയും മോൻ്റെയും ഡ്രസ്സ് ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് വേണം നിങ്ങൾ 2 പേരും വരാൻ. ആദ്യം ഞാൻ ഓക്കെ ആണല്ലോ? ഈ സാരി കൊള്ളാലോ അല്ലേ? കൊള്ളാം. അല്ല, നിനക്ക് എന്താണ് ഈ കറുപ്പിനോട് ഇത്രയ്ക്കും പ്രേമം? എനിക്ക് കറുപ്പിനോട് പ്രേമം തന്നെയാ, പക്ഷേ അത് നീ ഇട്ട് കാണുമ്പോഴാണെന്ന് മാത്രം. എനിക്ക് നിന്നെ കറുപ്പ് ഷർട്ടിൽ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. നീ കറുപ്പിട്ട നിന്റെ ഗ്ലാമർ അങ്ങ് കൂടും. അപ്പോഴേ എനിക്കിത് ഇതുപോലെയൊക്കെ കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നും. അതും പറഞ്ഞ് അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അവൻ്റെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു, മൂക്കിൽ മൂക്കുകൊണ്ടുരസി. ആദിയുടെ കൈവിരലുകൾ അവളുടെ വയറിൽ കുസൃതി കാട്ടി തുടങ്ങി. അപ്പോൾ എനിക്ക് ഇന്നും കരുദിനമാണെന്ന് സാരം. ആദ്യം അവളുടെ കാതിൽ ചുണ്ടമർത്തിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് മാത്രമല്ല നിന്റെ കുഞ്ഞു പൂമ്പാറ്റയ്ക്കും. നമ്മളിന്ന് വീണ്ടും കോളേജിൽ പോവുകയാണല്ലോ. എന്തോ കറുപ്പ് നിറം എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട്. നിന്റെ താലി എൻ്റെ കഴുത്തി വീണ ആ ദിവസം നിൻ്റെ ആ കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടും, എൻ്റെ സാറേ, കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരാൻ തോന്നിയിരുന്നു. പിന്നെ നമ്മളന്നത്ര രസത്തിലല്ലായിരുന്നല്ലോ, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാ. പ്രിയ അവൻ്റെ കവിളിൽ തൻ്റെ വിരലിനാൽ കുത്തിക്കൊണ്ട് പറഞ്ഞു. മമ്മ. പിറകിൽ നിന്നുള്ള അലർച്ച കെട്ടി ഇരുവരും അകന്നു മാറി. ജൂനിയർ ആദി കലിപ്പിലാണ്. അവൻ പ്രിയെ കലിപ്പിൽ നോക്കി. മമ്മ, മമ്മ ഇങ്ങോട്ട് നോക്ക്. കുഞ്ഞ് വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കേട്ട ഭാവം നടിക്കാതെ തൻ്റെ ബാഗ് ഒരുക്കുന്ന തിരക്കിലാണ്. പ്രിയ, എൻ്റെ പൂമ്പാറ്റ കുഞ്ഞ് വിളിക്കുന്നത് നീ കേട്ടില്ലേ? കേട്ടല്ലോ. പിന്നെ എന്താ പ്രിയ നീ മിണ്ടാഞ്ഞത്? അവൻ്റെ ചോദ്യം എന്താണെന്നും അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടേ അതിന് മറുപടി പറയാൻ നിൽക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് പപ്പയും മോനും ആ ആഗ്രഹം അങ്ങ് മടക്കി കൂട്ടി പോക്കറ്റിലിട്ടാൽ മതി ട്ടാ. ആദിയുടെ കവിളിൽ ചുണ്ട് ചേർത്ത ശേഷം അവൾ കുനിഞ്ഞു നിന്ന് കുഞ്ഞിക്കവിളിൽ ഉമ്മ വെച്ചു. എൻ്റെ വാവയ്ക്ക് കളിക്കാൻ ഒരു കുഞ്ഞു വാവ വേണം അല്ലേ? ആരാ വാവയ്ക്ക് കാര്യം പറഞ്ഞു തന്നത്? പപ്പയാ. പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് നീ കേട്ടിട്ടില്ല ആദി? കുഞ്ഞ് പറഞ്ഞത് കേട്ടതും പ്രിയ ആദ്യം ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ല, ഈ സന്താനധനം സർവ്വധനാൽ പ്രധാനമെന്നും നീയും കേട്ടിട്ടില്ലേ പ്രിയ? ഇല്ല, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നേ കേട്ടിട്ടുള്ളൂ. അതിനെ നീ മാറ്റിപ്പിടിച്ചല്ലേ. കഷ്ടം. ഞാൻ സ്വസ്ഥമായി ജീവിക്കുന്നത് നിനക്ക് ദഹിക്കുന്നില്ല അല്ലേ? എൻ്റെ പ്രഗ്നൻസി ടൈം നിനക്കറിയാവുന്നതല്ലേ? നിനക്കയക്കും പണി കിട്ടാൻ പോവുക. സഹിക്കാൻ തയ്യാറാണോ? ജാതിമരം കുലുക്കിയിട്ട പോലെ ചുറ്റിലും കുഞ്ഞുങ്ങൾ. സ്വന്തമായ ഒരു ഹോസ്പിറ്റലും സ്വന്തമായ ഒരു ഗൈനക് ഡോക്ടറും ഉണ്ട്. പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ എപ്പോഴേ റെഡിയാ. ഈ മാസം ഞാൻ ചെറുതായി എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഷോ, എവിടെയോ ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്. ആദ്യം ചിന്തിക്കുകയാണ്. നീ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്ക്, ഞാൻ പോവാ. എനിക്കെന്നേ വീട്ടിലൊന്ന് കയറണം. എൻ്റെ അച്ഛനെയും അമ്മയും കണ്ടിട്ട് എത്ര നാളായി. അതും പറഞ്ഞ് പ്രിയ നടക്കാനൊരുങ്ങി. അല്ല ബട്ടർഫ്ലൈ, നിനക്ക് കൂടെ കളിക്കാൻ ഒരനിയത്തിയോ അനിയനെയോ വേണ്ടേ? ഇനിയിപ്പോൾ നീ പറയാഞ്ഞിട്ടായിരിക്കും അവർ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെച്ചത്. ആദ്യം അതും പറഞ്ഞ് പ്രിയെ നോക്കിയതും അവൾ അവനെ ദഹിപ്പിച്ച് നോക്കി മുറിവിട്ടിറങ്ങി. സത്യം പറയുമ്പോൾ നീ എന്തിനാ നോക്കി പേടിപ്പിക്കുന്നത്? ഞാനൊരു സാധ്യത പറഞ്ഞല്ലേ? ആദ്യം പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. എങ്കിൽ നീ പോയി പറ, എനിക്കൊരു അനിയത്തിയെ വേണമെന്ന്. എന്താ പറ്റുമോ? ഞാൻ പറയില്ല, വേണേ എൻ്റെ മോൻ പറഞ്ഞോളും. എന്താ വേണോ? നീ ഒന്ന് പോവാതി, നാണമില്ലാത്തവൻ. അതും പറഞ്ഞു പ്രിയ ചെറുചിരിയാലെ അവിടെ നിന്ന് നടന്നു നീങ്ങി. വീണ്ടും അവർ ആ കോളേജ് മുറ്റത്ത് ഒത്തുകൂടിയിരിക്കുകയാണ്. ആ ടൈമിൽ ആദിയുടെ കൂടെ പഠിച്ച ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസും അവരുടെ ഫാമിലിയും മുഴുവനും പങ്കെടുക്കുന്ന ഒരു ഗ്രാൻഡ് പ്രോഗ്രാമായിരുന്നു അത്.
ഇതിലേറ്റവും വലിയ ഹൈലൈറ്റ് ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഇന്നറിയപ്പെടുന്ന സെലിബ്രിറ്റിയുമായ ആദി, ഷെബി, ശ്യാം, ഗോകുൽ 4 പേരും ഭാര്യമാരും ഒരുമിച്ച് വരുന്ന ഇൻ്റർവ്യൂ നടക്കുന്നത് ഇന്ന് ഈ കോളേജ് മുറ്റത്താണ്. ആദ്യം തൻ്റെ വണ്ടിയിൽ നിന്നും ഇറങ്ങി തൻ്റെ മകൻ്റെ കൈയും പിടിച്ച് കോളേജ് മുറ്റത്തൂടെ നടന്നു വരികയാണ്. പപ്പയും മോനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഔട്ട്ഫിറ്റും കൂളിംഗ് ഗ്ലാസും വെച്ച് സ്ലോ മോഷനിൽ അങ്ങ് നടന്നു വരികയാണ്. ശ്യാമും പൂജയും അവരുടെ 5 വയസ്സുകാരി മകളും 1 വയസ്സുകാരൻ മകനും, ഷെബിയും മിന്നുവും അവരുടെ 4 വയസ്സുകാരിയ മകളും, ഗോകുലിൻ്റെയും മീരയുടെയും അതേ പ്രായത്തിലുള്ള മകനും, മനു നയനയും അവരുടെ 3 വയസ്സുള്ള മകളും എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പപ്പ, മമ്മ എപ്പോഴാണ് വരുന്നത്? ആ, മമ്മ വന്നോളും. അല്ല, ഈയിടെയായി നിനക്ക് മമ്മയോടാണല്ലോ കൂറ്. നീയേ പപ്പയുടെ മോന, അല്ലാതെ മമ്മയുടെ അല്ല. ദേ, ഈ നെഞ്ചിൽ കിടന്നാ നീ വളർന്നത്. നിന്നെ വളർത്തിയത് ഞാനാ, അല്ലാതെ നിൻ്റെ മമ്മയല്ല. സോ ആര് ചോദിച്ചാലും ഞാൻ പപ്പയുടെ മോനാണെന്ന് പറയണം. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? ആര് ചോദിച്ചാലും ഐ ആം ഓൾവേസ് പപ്പാസ് ബോയ് എന്ന് പറയണമെന്ന്. ആം ഐ കറക്റ്റ്? യെസ്, വെരി ഗുഡ്. ഒരു ഹൈഫൈ തന്നെ ആദ്യം പറഞ്ഞു. പപ്പയും മോനും ഹൈഫൈ കൊടുത്തു. ആരാ ഇത് പറഞ്ഞു തന്നെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം പപ്പേ? കുഞ്ഞിൻ്റെ ചോദ്യം കേട്ട് ആദ്യം അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. ശോ, ഈ ചെറുക്കൻ എന്നെ നാണം കെടുത്തു ആവോ? വേണ്ടായിരുന്നു, ആദ്യം മനസ്സിൽ പറഞ്ഞു. പപ്പേ, എനിക്ക് എൻ്റെ സ്കൂളിൽ പഠിക്കേണ്ട, എവിടെ പഠിച്ചാൽ മതി? ജൂനിയർ ആദിയുടെ ആവശ്യം കേട്ട് ആദി കൂളിംഗ് ഗ്ലാസ് മാറ്റി അവനെ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി. മോനെ, കോളേജിൽ പഠിക്കാനായിട്ടില്ല കേട്ടാ, ആവുമ്പോൾ പപ്പ ചേർത്തോളാം. നീ മമ്മയെ കൊണ്ട് എന്നെ പറയിപ്പിച്ചടങ്ങുമല്ലേ? മോനെ കൂളിംഗ് ഗ്ലാസ് ഒരിക്കേ. ഇവിടെ മൊത്തം പെൺപിള്ളേരാണ്, ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. ഇത്രയും ലുക്കൊന്നും നിനക്ക് വേണ്ട കേട്ടാ എന്നും പറഞ്ഞ് ആദി കൊച്ചിൻ്റെ കൂളിംഗ് ഗ്ലാസ് ഊരി ഡ്രസ്സിൻ്റെ നെക്കിലിട്ട് കൊടുത്തു. ഇല്ലെങ്കിൽ അഡ്വഞ്ചർ ആണെന്നാണ് അവളുടെ പരാതി, അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട എന്നും മനസ്സിൽ പറഞ്ഞു. ആദി തൻ്റെ കൂട്ടുകാരുടെ അരികിലേക്ക് നടന്നു. ഉച്ചയ്ക്ക് 1 മണി നേരത്താണ് പ്രിയയുടെ വരവ്. ഹലോ ബ്ലാക്ക് ക്യൂൻ, ഒന്ന് നിൽക്കുന്നു. ധൃതിയിൽ നടക്കുന്നതിനിടയിൽ പരിചയമുള്ള ശബ്ദം കേട്ട് പ്രിയ തിരിഞ്ഞു നോക്കി. ആദ്യമായി താൻ ഈ കോളേജിൽ വന്ന സമയത്ത് ആദ്യയും കൂട്ടുകാരെയും കണ്ട അതേ സ്ഥലത്ത് നിന്നാണ് ശബ്ദം കേട്ടത്. ആ ശബ്ദത്തിനുടമ മറ്റാരും ആയിരുന്നില്ല, അന്നത്തെ കോളേജ് ഡാഷിംഗ് ഹീറോയും ഇന്നത്തെ തൻ്റെ റിയൽ ലൈഫ് ഹീറോയായ ആദി തന്നെയായിരുന്നു അത്. കൂടെ കൂട്ടുകാരായ അരക്കള്ളനും മുക്കാക്കള്ളനും മുഴുക്കള്ളനും. അതിനൊക്കെ പുറമെ ബൈക്കിൻ്റെ മുകളിൽ കയറി നിന്ന് ആദിയുടെ തോളിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് കുഞ്ഞിക്കള്ളനുമുണ്ട്. ഹലോ ബ്ലാക്ക് ക്യൂൻ, എന്താ തനിക്ക് ചെവി കേൾക്കില്ലേ? ഞങ്ങൾ സീനിയേഴ്സാണ്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വരണം. ആദി വീണ്ടും വിളിച്ചു പറഞ്ഞു. അന്നത്തെ അതേ ഭാവം. വീണ്ടും റാഗിങ് ആണോ ഇവൻ്റെ ഉദ്ദേശം? എങ്കിൽ ഇവൻ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുറേയേറെ വാങ്ങിച്ചു കൂട്ടും. മനുഷ്യനിവിടെ ഒരിറ്റ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. പ്രിയ അതും മനസ്സിൽ പറഞ്ഞ് അങ്ങോട്ട് നടന്നു. എന്താ? പ്രിയ ആദ്യം കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇവളുടെ മൂടത്ര പോരല്ലോ. തൽക്കാലം റിസ്ക് എടുക്കണ്ട എന്ന് കരുതി ആദി തൻ്റെ തോളിൽ പിടിച്ചു തൂങ്ങുന്ന കുഞ്ഞിച്ചക്കനെ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇനി പോയിക്കോ. വാവേ, വാവ ആരുടെ മോനാ? പ്രിയ കുഞ്ഞിൻ്റെ കവളിൽ ചുണ്ടമർത്തിക്കൊണ്ട് ചോദിച്ചു. ഐ ആം ഓൾവേസ് പപ്പാസ് ബോയ്, അല്ലേ പപ്പ? ആണല്ലോ, എന്നാ പപ്പയുടെ മോനെ പപ്പയുടെ കൂടെ തന്നെ അങ്ങ് പോയാൽ മതി എന്നും പറഞ്ഞ് ആദിയുടെ കയ്യിൽ തന്നെ കുഞ്ഞിനെയും കൊടുത്ത് പ്രിയ അവിടെ നിന്ന് നടന്നു നീങ്ങി. അന്നേരത്തെ ആദിയുടെ മുഖഭാവം കണ്ട് മോയ മോയ പാടാൻ ഗോകുൽ മറന്നില്ല. ഷോ, ഇത്തരം സിറ്റുവേഷനിൽ മമ്മാസ് ബോയ് എന്ന് പറയണം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ലിറ്റിൽ ബട്ടർഫ്ലൈ? ആദി കുഞ്ഞിക്കവൾ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ കള്ളത്തരം മൊത്തം ആ കൊച്ചിന് പഠിപ്പിച്ചു കൊടുക്കല്ലേടാ, ശ്യാം ആദിയെ നോക്കി പറഞ്ഞു. ജീവിച്ചു പോകണമെങ്കിൽ ചെറുതായി കള്ളത്തരം വേണ്ട എൻ്റെ നേതാവേ. അതൊക്കെ ഞാൻ നേതാവിന് പ്രത്യേകം പറഞ്ഞു തരണോ? ഞാൻ സ്ഥാനം ഒഴിയാൻ പോകുന്ന നേതാവാണ്. 5 വർഷമായില്ലേ, ഇനി നിർത്താൻ പോവാം. അതൊന്നും പറ്റില്ല. ഒരു മന്ത്രി കൂടെയുള്ളത് ചില്ലറ കാര്യമാണോ? അടുത്ത തവണയും നീ തന്നെയാണ് മന്ത്രി. ആദ്യ ശ്യാമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരോടും സംസാരിച്ചും ഫോട്ടോ എടുത്തും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും എല്ലാവരും ആ പഴയ സൗഹൃദം പുതുക്കി. കൃത്യം 2 മണിക്ക് ക്യാമ്പസ് പരിസരത്ത് വെച്ച് ഇൻ്റർവ്യൂ ആരംഭിച്ചു. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന മ്യൂസീഷ്യൻ, നാട് ഭരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫർമാരിൽ ഒരാൾ, മലയാളികൾക്ക് ഹിറ്റ് മാത്രം സമ്മാനിച്ച ഫേമസ് ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. ഈ 4 പേരെ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കിട്ടിയ സന്തോഷത്തിലാണ് മീഡിയ. കൂടെ ആദ്യമായി അവരുടെ ഫാമിലി കൂടി മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ചാനലിൻ്റെ റേറ്റിംഗ് കൂടാൻ ഇതിൽ പരം വേറെ എന്തെങ്കിലും വേണോ? ഇൻ്റർവ്യൂ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു.
അവതാരിക ഓരോരുത്തരോടായി ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത്തവണ ആദിയുടെ ഊഴാണ്. ചിന്തിക്കാതെ ആൻസർ പറയണം, അതാണ് ടാസ്ക്. ലവ് ഓർ അറേഞ്ച്ഡ് മാരേജ്? ഇത് രണ്ടുമല്ല, ആക്സിഡൻ്റൽ മാരേജ്. ബട്ട് രണ്ടാൾക്ക് ഇഷ്ടമായിരുന്നു. ആഫ്റ്റർ മാരേജ് ഇഷ്ടം തുറന്നു പറഞ്ഞു. ആദിക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. ഭാര്യയ്ക്ക് വേണ്ടി ആദ്യമായി പാടിയ പാട്ട്. ഓ പ്രിയേ, പ്രിയ നിനക്കൊരു ഗാനം. ആദ്യ പ്രിയെ നോക്കിക്കൊണ്ട് മൂളി. ഭാര്യയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി? അവളുടെ എല്ലാ ക്വാളിറ്റിയും എനിക്കിഷ്ടമാണ്. ഭാര്യയുടെ ഇഷ്ടപ്പെട്ട നിറം ചോദിക്കാനുണ്ടോ? ആദ്യം കണ്ണു പൂട്ടി പറഞ്ഞു ബ്ലാക്ക്. ഭാര്യ ഏത് ഡ്രസ്സിൽ കാണാനാണ് കൂടുതൽ ഇഷ്ടം? സാരി. ഇതേ സമയം പ്രിയ മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ, ചില സമയങ്ങളിൽ വെളിവോ വെള്ളിയാഴ്ച ഒന്നുമില്ല. ഇനി ബിക്കിനി എങ്ങാനും പറയോ? സാരി എന്ന് കേട്ടതും പ്രിയക്ക് ശ്വാസം നേരെ വീണു. ഭാര്യയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയിട്ടുണ്ടോ? അടിയേ കിട്ടിയിട്ടുള്ളൂ, കൂട്ടുകാർ 3 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ആദ്യം പിന്നെ മറുപടി പറയാൻ നിന്നില്ല. ആരാണ് ആദ്യം ഐ ലവ് യു പറഞ്ഞത്? ഞാൻ. ആരാണ് ആദ്യം കിസ്സടിച്ചത്? അതും ഞാൻ. ആദ്യം അഭിമാനത്തോടെ പറഞ്ഞു. ആരാണ് കൂടുതൽ റൊമാൻസ്? അത് ചോദിക്കാനുണ്ടോ? ഓഫ് കോഴ്സ് ഞാൻ. അടി കൂടാറുണ്ടോ? വല്ലപ്പോഴും. ആദ്യയോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ തൻ്റെ ഫോണിലേക്ക് നോട്ടം പായിക്കുന്നത്. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ പരിസരം മറന്ന് ആദിയുടെ കവിളിൽ ചുംബിച്ചതും എല്ലാവരും വായും പൊളിച്ച് നോക്കി നിന്ന് പോയിരുന്നു. ആദ്യമാണെങ്കിൽ കവിളും പിടിച്ച് കീഴിൽ പോയി നിൽക്കുവാണ്. ഇത്തവണ ചാനൽ അങ്ങ് റേറ്റിംഗ് വാരി കൂട്ടും. വായും പൊളിച്ച് നിൽക്കുന്ന ആദിയുടെ നേരെ തൻ്റെ ഫോൺ നീട്ടിക്കൊണ്ട് പ്രിയ കരഞ്ഞുകൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു. 17th നാഷണൽ ഫിലിം അവാർഡ് ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ അദിക് ശങ്കർ ഒരു കന്നഡ മൂവിയുടെ സോങ്ങിനാണ് അവാർഡ് കിട്ടിയത്. സംഭവം എന്താണെന്നുള്ള അവതാരികയുടെ ചോദ്യത്തിന് ആദ്യ ചെറുചിരിയിൽ മറുപടി ഒതുക്കി കളഞ്ഞു. പക്ഷേ ഏറെ വൈകാതെ അവിടെ മുഴുവനും ആ വാർത്ത പരക്കുകയായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞതും ആദ്യക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു. കൂട്ടുകാർ മൊത്തം അവനെ പൊതിഞ്ഞു. അപ്പോഴൊക്കെയും ആദിയുടെ കണ്ണുകൾ തങ്ങളുടെ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ച ആ ഗുൽമോഹറിൻ്റെ ചുവട്ടിൽ തൻ്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രിയയിലായിരുന്നു. അവളുടെ തോളിൽ പിടിച്ചു തൂങ്ങുന്ന കുഞ്ഞിനെ കണ്ടതും അവൻ്റെ ചൊടിയിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. ആദ്യം അവരുടെ അരികിൽ ചെന്നിരുന്നതും കുഞ്ഞ് അവൻ്റെ മടിയിൽ വന്നിരുന്നു. പപ്പേ, നമുക്ക് പോവാം, എനിക്ക് ബോറടിച്ചു. പോവാടാ, പപ്പയ്ക്കും മമ്മയ്ക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടമാണ്. ഒരിത്തിരി നേരം കൂടെ. ആണോ? എനിക്കും ഇഷ്ടമാണ്. വലുതാകുമ്പോൾ മോന് പപ്പയെ പോലെ പാട്ടുകാരനാവണോ അതോ മമ്മയെ പോലെ ഡോക്ടർ ആവണോ? എനിക്ക് പാട്ടുകാരൻ ഡോക്ടറായാൽ മതി, കൂടെ ഒരു നേതാവും ആവണം. കുഞ്ഞിൻ്റെ ഉത്തരം കേട്ട് ആദ്യ പ്രിയ ഒന്ന് നോക്കി. ഇത് നീ പഠിപ്പിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവനെ കൊണ്ട് എല്ലാം താങ്ങുമോ? തൽക്കാലം ഇവന് പാട്ടിൻ്റെ പാത പോരെ. അടുത്തയാൾ ഡോക്ടറായിക്കോട്ടെ, അതിൻ്റെ അടുത്തയാൾ നേതാവെങ്കിൽ നേതാവ്, അതിൻ്റെ അടുത്തയാൾ വേണമെങ്കിൽ. ആദ്യത്തെ ലിസ്റ്റ് നീളുന്നത് കണ്ടതും പ്രിയ അവൻ്റെ കയ്യിലേക്ക് ചെറുതായി ഒന്ന് പിച്ചി. ലിസ്റ്റ് നീളണ്ട, ജാതിമരം കുലുക്കാനും നിൽക്കണ്ട, പിന്നെ അവൻ ഇഷ്ടമുള്ളത് അവനെ ആയിക്കോട്ടെ. അവാർഡൊക്കെയും വാങ്ങിയതല്ലേ, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ? ഉമ്മയാ? എങ്കിലേ ചുണ്ടിലോട്ട് പോന്നോട്ടെ, ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന്. പെട്ടെന്ന് താ. പോടാ, ഇതൊന്നുമല്ല. ആദി, നീ ആ കൈ നീട്ടിക്കേ. പ്രിയ പറഞ്ഞത് കേട്ടതും ആദി തൻ്റെ കൈ അവൾക്ക് നേരെ നീട്ടി. പ്രിയ അവൻ്റെ കയ്യിലേക്ക് എന്തോ ഒന്ന് ചുരുട്ടിക്കൂട്ടി വെച്ചു കൊടുത്തതും അവൻ തൻ്റെ കയ്യിലേക്ക് നോട്ടം പായിച്ചു. തൻ്റെ ഉള്ളം കൈയിൽ കിടക്കുന്ന പ്രഗ്നൻസി കാർഡിലേക്കും അതിൽ തെളിഞ്ഞു കാണുന്ന 2 ചുവന്ന വരയിലേക്കും അവൻ്റെ കണ്ണുകൾ ഉടക്കി. താൻ കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ ആദി ഒന്നുകൂടി കണ്ണ് തിരുമ്മി നോക്കി. സ്വപ്നമൊന്നും അല്ലെന്ന് പ്രിയയുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും ആദി നിറകണ്ണാലെ അവളെ ചേർത്ത് പിടിച്ചു, നെറുകയിൽ ചുംബിച്ചു. എൻ്റെ പൊന്നാദി, ഇവിടെ നിന്ന് നീ ഓവർ ഫീലിങ്സ് കാണിച്ച് നാണം കെടുത്തല്ലേ. ഈ ഗുൽമോഹറിനെ സാക്ഷ്യം വഹിച്ചു. നമ്മുടെ മോൻ്റെ സാന്നിധ്യത്തിൽ ഇത് നിന്നോട് പറയണം എന്നുണ്ടായിരുന്നു. അതാ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞത്. ആ കണ്ണൊന്ന് തുടക്ക്. എടി വികാരമില്ലാത്ത ജീവി, എൻ്റെ. ആദി എന്തോ പറയാൻ വന്നതും പ്രിയ അവൻ്റെ ചുണ്ടിന് കുറുകെ വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു, പ്ലീസ്, നിൻ്റെ ഫീലിങ്സിനെ പറ്റുകയാണെങ്കിൽ വേണമെന്നില്ല. അത് കേട്ടതും അവൻ അവളെ കൂർപ്പിച്ച് നോക്കി. പപ്പ എന്തിനാ കരയണേ? കുഞ്ഞാദി പപ്പയുടെ കണ്ണ് തുടച്ചുകൊണ്ട് ചോദിച്ചു. മമ്മയുടെ ഇവിടെ എൻ്റെ കുഞ്ഞി പൂമ്പാറ്റയ്ക്ക് കളിക്കാൻ ഒരു കുഞ്ഞു വാവ ഉണ്ടെന്നറിഞ്ഞ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതല്ലേ. അവളുടെ വയറിൽ കുഞ്ഞിക്കൈ ചേർത്ത് വെച്ച് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. ആണോ മമ്മ? അതെല്ലോ. കുഞ്ഞിനെ പിടിച്ച് മടിയിലിരുത്തി കുഞ്ഞിക്കവളിൽ ചുണ്ടി ചേർത്തുകൊണ്ട് പ്രിയ പറഞ്ഞു. നീ ഇത്രയും വലിയ ഗിഫ്റ്റ് തന്നിട്ട് തിരിച്ച് ഞാൻ അങ്ങോട്ട് വല്ലതും തന്നില്ലെങ്കിൽ മോശമല്ലേ? അതും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞു വെച്ചുകൊണ്ട്. ആദ്യം പറഞ്ഞത് കേട്ടതും പ്രിയ അവനെ കണ്ണു വീഴ്ച നോക്കി.
ഞാൻ മറന്നു പോയെന്ന് നീ കരുതിയല്ലേ? അങ്ങനെ മറക്കാനാവും എൻ്റെ ബട്ടർഫ്ലൈ? അതുകൊണ്ടേ അതേ ദിവസം അതേ സ്ഥലത്ത് വെച്ച് ഞാൻ നിന്നെ ഒന്നുകൂടി പ്രപ്പോസ് ചെയ്തേ ഉമ്മ വെക്കാൻ പോവാണ്. അതും പറഞ്ഞ് ആദ്യം തൻ്റെ മുണ്ടും മടക്കി കുത്തി കുഞ്ഞിച്ചെക്കനെ തോളിലിരുത്തി പ്രിയയെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ആ കലാലയ മുറ്റത്തോടെ നടക്കാൻ തുടങ്ങി. വിക്രമാദിത്യനും വേതാള കുഞ്ഞുങ്ങളും കൂടി എങ്ങോട്ടാ? ഞങ്ങളുണ്ടെന്ന് അവൻ്റെ കൂട്ടുകാർ പിന്നാലെ വന്നുകൊണ്ട് ചോദിച്ചു. കാനന ചായയിൽ ആട് മേയ്ക്കാൻ തൽക്കാലം നിങ്ങളാരും വരണ്ട, ഞങ്ങൾ മാത്രം മതി. ഞാനും എൻ്റെ ബട്ടർഫ്ലൈയും ലിറ്റിൽ ബട്ടർഫ്ലൈയും പിന്നെ ആദ്യം അത്രയും പറഞ്ഞു നിർത്തി. പിന്നെ ആരാ ഉള്ളത്? അത് പിന്നെ ഓർ ലിറ്റിൽ പ്രിൻസസ് ഈസ് ഓൺ ദി വേ. ആദി കള്ളച്ചിരിയോടെ പറഞ്ഞു. ആദി ഈ ന്യൂസ് അത്രയും പെട്ടെന്ന് പബ്ലിക് പ്രിയ കരുതിയിരുന്നില്ല. അവൾ ആദിയുടെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. എന്നാ ഞങ്ങൾ പോട്ടെ, ഇന്ന് ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് സ്പെഷ്യൽ ഡേ ആണ്, അത് ഞങ്ങളൊന്ന് ആഘോഷിക്കട്ടെ. ആഘോഷിക്കുകയും കൊള്ളാം. ആ കുന്നിൻ്റെ മുകളിലെത്തി ഫ്രഞ്ചടിക്കുമ്പോൾ ഈ കൊച്ചിനെ മറന്നേക്കരുത്. ഷെബി ചെറുതായി ഒന്ന് ഊക്കിവിട്ടു. അങ്ങനെ പരിസരം മറന്ന് ഫ്രഞ്ചടിക്കാൻ എൻ്റെ പേര് ഷബീബ് റഹ്മാൻ എന്നൊന്നും അല്ലല്ലോ. ആദിയുടെ മറുപടി ഉടൻ വന്നു. കിട്ടിയോ? ഗോകുൽ ഷെബിയോട് ചോദിച്ചു. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു, ഷെബി മറുപടി പറഞ്ഞു. ആദി പ്രിയയും കൊണ്ട് നടന്നു നീങ്ങി. എടാ, രാത്രി കുപ്പി പൊട്ടിക്കണ്ടേ? ശ്യാം പിന്നിൽ നിന്നും വിളിച്ചു ചോദിച്ചു. എൻ്റെ ബട്ടർഫ്ലൈ സമ്മതിച്ചാൽ പൊട്ടിക്കാം, ആദി വിളിച്ചു പറഞ്ഞു. ഇന്നത്തേക്ക് മാത്രം സമ്മതമാണോ എന്ന് ചോദിച്ചേ? ഗോകുൽ ഉറക്കെ വിളിച്ചു ചോദിച്ചു. അവളുടെ ഗോകുവേട്ടൻ പറഞ്ഞ അപ്പീലില്ലെന്ന് സമ്മതിച്ചു ഉത്രേ. എന്നാൽ രാത്രി കാണാം എന്നും പറഞ്ഞ ആദി എല്ലാവർക്കും തൻ്റെ ഒറ്റക്കൈ വീശി കാണിച്ചു. ശേഷം കോളേജ് മുറ്റത്തൂടെ നടന്നു നീങ്ങുന്നത് എല്ലാവരും നോക്കി കാണുകയായിരുന്നു. ആദിപ്രിയയുടെ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ച കലാലയത്തിൻ്റെ കവാടത്തിലൂടെ ആദിയുടെ കാർ കടന്നു പോകുമ്പോൾ ഒരു നേർത്ത തെന്നൽ അവരെ തൊട്ടു തലോടാൻ മറന്നില്ല. ആദിപ്രിയയുടെ അടുത്ത വരവിന് വേണ്ടി ആ ക്യാമ്പസും ആ ഗുൽമോഹറും വീണ്ടും കാത്തിരിക്കുകയാണ്.